എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ട്. പക്ഷേ അതേ ശക്തി തന്നെ ചിലപ്പോൾ നമുക്ക് അപകടകരമായെന്നും വരാം. അതെ, ഞാൻ മെഡിക്കൽ റേഡിയേഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള സുരക്ഷയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് വെറുമൊരു നിയമത്തിന്റെ കാര്യമല്ല കേട്ടോ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒന്നാലോചിച്ചു നോക്കിക്കേ, നിങ്ങളെ ചുറ്റും ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കാണാനോ മണത്തു നോക്കാനോ രുചിക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? ശരിക്കും ഇതാണ് റേഡിയേഷൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. അതെ, ഈ കാണാൻ കഴിയാത്ത ശക്തിയാണ് മെഡിക്കൽ റേഡിയേഷൻ. ശരിക്കു പറഞ്ഞാൽ ഇതിന് രണ്ട് മുഖങ്ങളുണ്ട്. കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മുടെ ജീവൻ വരെ രക്ഷിക്കാൻ ഇതിന് കഴിയും. പക്ഷേ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിലോ അതൊരു നിശബ്ദ ഭീഷണിയായി നമ്മളെ അപകടത്തിലാക്കാനും സാധ്യതയുണ്ട്. ശരി, അപ്പം നമുക്ക് ഈ കാണാനാവാത്ത ഊർജ്ജത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ റേഡിയേഷൻ? നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്, ഒരു ഊർജ്ജം. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? നമ്മുടെ കണ്ണിനോ മൂക്കിനോ, അതായത് നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങൾക്കും ഇത് തിരിച്ചറിയാൻ കഴിയില്ല. അതുതന്നെയാണ് ആശുപത്രികളിലൊക്കെ ഇതൊരു സൈലന്റ് വില്ലനായി മാറാൻ കാരണം. അപ്പോൾ കണ്ണിന് കാണാൻ പറ്റാത്ത ഈ അപകടത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടുക? അതിനാണ് ഈ മുന്നറിയിപ്പ് ചിഹ്നങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവ വെറും ചിത്രങ്ങളാണെന്ന് കരുതരുത് കേട്ടോ. ഇത് നമ്മുടെ ആദ്യത്തെ രക്ഷാകവചമാണ്, നമ്മുടെ ആദ്യത്തെ ഷീൽഡ്. അതുകൊണ്ട് ഈ ചിഹ്നങ്ങൾ കാണുമ്പോഴെല്ലാം അതിനെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണണം. റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന തരം ആഘാതങ്ങൾ, പിന്നെ മറ്റൊന്ന് നിശബ്ദമായി വളരെ ആഴത്തിൽ നമ്മളെ ബാധിക്കുന്നത്. നമുക്ക് അവയെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ആ രണ്ട് മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാണ്. ഒരു വശത്ത് സൊമാറ്റിക് എഫക്ട്സ്, അതായത് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ, തൊലിപ്പുറത്ത് പൊള്ളൽ വരുന്നതുപോലെയോ മുടി കൊഴിയുന്നതുപോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ മറുവശത്ത് കാണുന്നതാണ് ശരിക്കുമുള്ള വില്ലൻ, നമ്മുടെ DNA-ക്ക് സംഭവിക്കുന്ന ആഴത്തിലുള്ള അദൃശ്യമായ കേടുപാടുകൾ. ഇതാണ് ഏറ്റവും അപകടകരം. ശരിക്കും ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം DNA-ക്ക് സംഭവിക്കുന്ന ഈ കേടുപാടുകൾ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പോലും കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ ജനിതക പ്രശ്നമായി മാറാനും മതി. നമ്മൾ ഈ പറയുന്ന റേഡിയേഷന്റെ അളവ് അത് എത്രത്തോളം വലുതാണെന്നൊന്ന് നോക്കാം. ഈ ഒരു കണക്ക് കേട്ടാൽ മതി അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ. ഒരു തവണ നമ്മൾ CT സ്കാൻ എടുക്കുന്നത് ഏകദേശം 100 തവണ നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കുന്നതിന് തുല്യമാണ്. ഒന്നല്ല, 100. അപ്പോൾ ഓർത്തു നോക്കൂ, CT സ്കാനിൽ നിന്നുള്ള റേഡിയേഷന്റെ അളവ് എത്രത്തോളം കൂടുതലാണെന്ന്. ഓക്കെ, അപ്പോൾ അപകടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം, ഇതിൽ നിന്നുള്ള സുരക്ഷ. ചില സുവർണ നിയമങ്ങളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെയും ഗർഭിണികളെയും പോലുള്ളവർക്ക് എങ്ങനെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 2 വിഭാഗം ആളുകൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഒന്നാമത്തെ കൂട്ടർ കുട്ടികളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ശരീരം വളരുന്ന പ്രായമല്ലേ. അപ്പോൾ കോശങ്ങളൊക്കെ വളരെ വേഗത്തിൽ വിഭജിച്ചുകൊണ്ടിരിക്കും. റേഡിയേഷൻ അവരെ പെട്ടെന്ന് ബാധിക്കാം. രണ്ടാമത്തെ കൂട്ടർ ഗർഭിണികളാണ്. കാരണം വളരെ വ്യക്തമാണ്, ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കേണ്ടേ. അവർക്ക് അപകടസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മെഡിക്കൽ പ്രൊഫഷണലുകൾ ഒരു നിർണായകമായ മാർഗം ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് 10 ദിവസത്തെ നിയമം എന്ന് പറയുന്നത്. ഗർഭിണിയാകാൻ സാധ്യതയുള്ള സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ആർത്തവം തുടങ്ങി ആദ്യത്തെ 10 ദിവസം, ആ ഒരു സമയമാണ് ഇടുപ്പ് ഭാഗത്തുള്ള എക്സ്റേ ഒക്കെ എടുക്കാൻ ഏറ്റവും സുരക്ഷിതം. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം ആ സമയത്ത് ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവിന് അപകടമുണ്ടാകാനുള്ള ചാൻസും കുറയും. ഇനി റേഡിയേഷൻ സുരക്ഷയുടെ 3 സുവർണ നിയമങ്ങൾ. ഇത് നമ്മളെല്ലാവരും എപ്പോഴും ഓർത്തുവെക്കേണ്ടതാണ്. 1. സമയം, അതായത് റേഡിയേഷന് അടുത്തു നിൽക്കുന്ന സമയം പരമാവധി കുറയ്ക്കുക. 2. ദൂരം, റേഡിയേഷൻ വരുന്ന സ്ഥലത്ത് നിന്ന് എത്രത്തോളം ദൂരെ നിൽക്കാൻ പറ്റുമോ അത്രയും നല്ലത്. 3. ഷീൽഡിംഗ് അഥവാ കവചം. ലെഡ് ഏപ്രൺ പോലുള്ള സംരക്ഷണ കവചങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഒരു സുരക്ഷാ കോട്ട പോലെയാണ്. ഇതുവരെ നമ്മൾ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? ഇനി നിങ്ങളുടെ സുരക്ഷയിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാരണം നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ ഉപകരണം നിങ്ങളുടെ സ്വന്തം ശബ്ദമാണ്. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ ഗർഭിണിയാകാൻ ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെയുള്ള സ്റ്റാഫിനോട്
ഡോക്ടറോടോ ടെക്നീഷ്യനോടോ തുറന്നു പറയുക. മടിക്കരുത്. ആ ഒരു ചെറിയ വാക്ക് ഒരുപക്ഷെ ഒരു വലിയ അപകടമായിരിക്കും ഒഴിവാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിതിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ കഴിയുക? ഒന്നാമതായി, നിങ്ങളുടെ അവസാനത്തെ ആർത്തവം തുടങ്ങിയ തീയതി, അതായത് LMP, എപ്പോഴും ഓർത്തുവെക്കുക. പിന്നെ ഒരു സ്കാൻ വീണ്ടും എടുക്കേണ്ടി വന്നാൽ എന്തിനാണത് ആവർത്തിക്കുന്നതെന്ന് ചോദിക്കാൻ മടിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് പോയി സ്കാനുകളൊന്നും എടുക്കരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മുടെ ശരീരത്തിലേൽക്കുന്ന റേഡിയേഷൻ കാലക്രമേണ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. അതങ്ങോട്ട് ഇല്ലാതായി പോകുന്ന ഒന്നല്ല. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രയോജനവും ഒപ്പം വേണ്ട ജാഗ്രതയും. ഈ റേഡിയേഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഗുണവും അതുപോലെ തന്നെ അപകടസാധ്യതയും നമ്മളെപ്പോഴും ഒരു ത്രാസിൽ വെച്ച് നോക്കണം. ഇവിടെ കാണുന്ന ഈ ത്രാസ് പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഏതൊരു ചികിത്സാ നടപടി എടുത്താലും അതിലെ അപകടസാധ്യതയേക്കാൾ ഒരുപാട് മുകളിലായിരിക്കണം അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം. ഈ ഒരു ബാലൻസ് ഉറപ്പാക്കുക എന്നതാണ് എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ആ തീരുമാനം ശരിയായി എടുക്കാൻ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾക്കും വലിയ പങ്കുണ്ട്. അവസാനമായി ഒരു കാര്യം എപ്പോഴും ഓർക്കുക. സുരക്ഷ എന്നത് വെറുമൊരു നിയമം മാത്രമല്ല, അത് ഭാവിക്കായി നാം നൽകുന്ന ഒരു വാഗ്ദാനമാണ്. നമ്മളിന്ന് കാണിക്കുന്ന ഓരോ ജാഗ്രതയും നമ്മുടെ നാളത്തെ തലമുറയുടെ സുരക്ഷയാണ് ഉറപ്പാക്കുന്നത്. അത് മനസ്സിലാക്കി നമുക്കൊരുമിച്ച് ഇതിനായി പ്രവർത്തിക്കാം. നന്ദി.